ഹലോ ഹായ് നമസ്കാരം. ഈ ആഴ്ച നവംബർ മാസത്തിലെ അവസാനത്തെ വീക്കെൻഡ് റിലീസാവാൻ പോകുന്ന സിനിമകൾ, അതിൽ പ്രതീക്ഷ തോന്നിയിട്ടുള്ള സിനിമകൾ ഏതൊക്കെയാണ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഈ ആഴ്ച ഇന്ത്യ ഒട്ടുക്ക് റിലീസാവുന്ന ഒരുവിധപ്പെട്ട ബുക്ക് മൈ ഷോയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളുടെയും ട്രെയിലേഴ്സ് കുത്തിയിരുന്ന് കണ്ടു. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഈ പടം നല്ലതായിരിക്കുമല്ലോ എന്ന് തോന്നിയിട്ടുള്ളതും, പിന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ റിലീസുള്ള സിനിമകളിൽ എനിക്ക് പ്രതീക്ഷ തോന്നിയിട്ടുള്ള സിനിമകളും അതൊക്കെ ചേർത്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത്. മലയാള സിനിമകളിൽ നിന്ന് തുടങ്ങാമല്ലോ. ഈ മാസം 30-ാം തീയതി എന്ന് വെച്ചാൽ ഞായറാഴ്ച ദിവസമാണ് ഒരു മലയാള സിനിമ റിലീസിനെത്തുകയാണ്. ആദ്യമായിട്ടാണ് ഒരു മലയാള സിനിമ ഞായറാഴ്ച ദിവസം റിലീസിനെത്തുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പൊങ്കാല എന്നാണ് സിനിമയുടെ പേര്. ശ്രീനാഥ് ബാസി, ബാബുരാജ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തതുമാണ്. ആ ടീസർ കട്ട വയലൻസ് ആണ്. വയലൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ ഇങ്ങനെ അരച്ച് നുറുക്കി അങ്ങനെയൊക്കെയുള്ള ആ റേഞ്ചിലേക്ക് പോകുന്ന വയലൻസ് അതിൻ്റെ ടീസറിൽ കാണാനുണ്ട്. സിനിമയിൽ അത് എത്രത്തോളം ശക്തമായിരിക്കും എന്നുള്ളത് ഇനി അതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നു കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ പറ്റുക. അവരതിൻ്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഞായറാഴ്ച പടം റിലീസിനെത്തുകയാണ്. AB ബിനിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമയുടെ DOP ചെയ്തിട്ടുള്ളത് ജാക്സൺ ജോൺസൺ ആണ്. ശ്രീനാഥ് ബാസി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ അത്യാവശ്യം നല്ല റേഞ്ചുള്ളൊരു നടനാണ്. അയാളെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പം പൊങ്കാല വരുമ്പോഴാണെങ്കിലും ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പല സിനിമകളിൽ നമ്മളിങ്ങനെ റാൻഡമായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ചില വീഡിയോ ക്ലിപ്സ് കാണുമ്പോൾ ഒക്കെ ആലോചിച്ചിട്ടുണ്ട് ഈ പുള്ളി ഒന്ന് ഫോക്കസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന, ഏതൊക്കെ തരം വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ആർട്ടിസ്റ്റാണെന്നുള്ളത്. തീർച്ചയായും ഈ സിനിമ റിലീസിനെത്തുമ്പോൾ കാണാൻ കാത്തിരിക്കുന്നത് ശ്രീനാഥ് ബാസിയുടെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മുഖവും ഒക്കെയാണ്. ബാക്കി നമുക്ക് സിനിമ റിലീസായതിനു ശേഷം പറയാം. ഇനി 28-ന് അതായത് ഈ വെള്ളിയാഴ്ച തന്നെ റിലീസിന് തയ്യാറെടുക്കുന്ന മറ്റൊരു സിനിമയാണ്. KSFDC ആണ് ഈ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയിട്ടുള്ളത്. ഈ സിനിമ ഒരുപാട് ഫെസ്റ്റിവലുകൾക്ക് പോയിരുന്നു, പല പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. കുറേ ആളുകൾ ഈ പടം കാണണം എന്നെനിക്ക് ഓൾറെഡി സജഷൻ തന്നിട്ടുള്ളതുമാണ്. വിക്ടോറിയ എന്നാണ് സിനിമയുടെ പേര്. ശിവരഞ്ജിനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് അവർ തന്നെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. നമ്മളിതിനു മുമ്പ് പല വീഡിയോസിലായിട്ട് പറയുന്നതാണ്. സിനിമയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ മുന്നണിയിൽ മാത്രമല്ല പിന്നിലും സ്ത്രീകളുടെ എണ്ണവും ഇൻഫ്ലുവൻസും വർദ്ധിക്കുന്നതനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്ന സ്ത്രീപക്ഷ കഥ പറച്ചിലുകൾ കൂടുതൽ സാധ്യമാവുക. നമ്മളിതിൻ്റെ ടീസർ ട്രെയിലർ കാണുന്ന സമയത്ത് മീനാക്ഷി ജയൻ അവതരിപ്പിച്ചിരിക്കുന്ന കേന്ദ്ര കഥാപാത്രമുണ്ട്. അവരാണ് വിക്ടോറിയ എന്ന് പറയുന്ന ക്യാരക്ടർ. ഒരു ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. മതവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംസാരമൊക്കെയാണ് കൂടുതൽ നടക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന സിനിമകളുടെ എല്ലാം ടീസർ ട്രെയിലർ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായും അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആനന്ദ് രവിയാണ് ഈ സിനിമയുടെ DOP കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സിംഗ് സൗണ്ട് ചെയ്തിരിക്കുന്നത് കലേഷ് ലക്ഷ്മണനാണ്. സൗണ്ട് ഡിസൈൻ രാധാകൃഷ്ണൻ S, സ്മിജിത് കുമാർ PB എന്നിവരാണ്. ഇത് ഞാൻ എടുത്തു പറയാനുള്ളൊരു കാരണം ഇതിൻ്റെ ഒരു ടീസർ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു സൗണ്ടിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ഒരു ക്ലോസ്ഡ് റൂമിലാണ്, ഒരു ബ്യൂട്ടി പാർലറിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടിയായിട്ടാണ്. അത് തന്നെയാണ് നമ്മൾ കൂടുതലും ഈ ട്രെയിലറിൽ കാണുന്നത്. സിനിമ എനിക്ക് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത്രയും സ്ഥലത്തെയും ഈ ശബ്ദത്തിനെ അതിഗംഭീരമായിട്ട് നമ്മളിലേക്ക് എത്തിക്കുക എന്ന് പറയില്ലേ, അത് നല്ല വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറ്റുകയാണെങ്കിൽ നല്ലൊരു ഹെഡ്ഫോൺ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കുക. ടെക്നിക്കലി നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ പെർഫോമേഴ്സിനെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ അവരൊക്കെയും നന്നായി ചെയ്യുന്നുണ്ടെന്ന് പറയുന്നൊരു ഫീലുണ്ട്. ഇത്രയും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ ഒരു നല്ല സിനിമയായിരിക്കും എന്ന പ്രതീക്ഷയോടുകൂടി ഈ ആഴ്ച വളരെ ആകാംക്ഷയോടെ കാണാൻ കാത്തിരിക്കുന്ന സിനിമയാണ് വിക്ടോറിയ. ഇതേ 28-ാം തീയതി തന്നെ ഒരു തമിഴ് സിനിമ റിലീസിനെത്തുന്നുണ്ട്. IPL എന്നാണ് അതിൻ്റെ പേര്. ഇന്ത്യൻ പീനൽ ലോ എന്നാണ് അതിൻ്റെ ഫുൾ പേരായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. GST എന്ന് പറഞ്ഞിട്ടൊരു സിനിമ റിലീസാവുന്നുണ്ട് ഈ ആഴ്ച. ഗുജറാത്തിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഗോസ്റ്റ് ഇൻ ടൗണിനോ അങ്ങനെ എന്താണ് അതിൻ്റെ പേര് ഫുൾ എക്സ്പാൻഡ് ചെയ്ത് വരുന്നത്. ഞാൻ അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കി, പ്രതീക്ഷ ഒന്നും തോന്നാത്തതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് സജസ്റ്റ് ചെയ്യാത്തത്. അങ്ങനെ പല പേരുകൾ, രസകരമായിട്ടുള്ള പേരുകളൊക്കെ വരുന്ന കുറേ സിനിമകൾ ഈ ആഴ്ച പല ഭാഷകളിലായിട്ട് റിലീസിനെത്തുന്നുണ്ട്. IPLൻ്റെ ഒരു പ്രത്യേകത, നമ്മളിതിൻ്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ വീഡിയോ സിനിമ ടോക്സ് ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കതൊരു ഓക്കെ ആവറേജ് ഒരു തമിഴ് പടം, സാധാരണക്കാർ, പോലീസുകാർ, അധികാര വടംവലി അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമ. പക്ഷേ TTF വാസൻ, കിഷോർ കുമാർ, അഭിരാമി തുടങ്ങിയിട്ടുള്ള അഭിനേതാക്കൾ അവരുടെ ഒരു ട്രെയിലറിലെ പെർഫോമൻസ് സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നൊരു പ്രതീക്ഷയോടെ ഞാൻ കാണാൻ കാത്തിരിക്കുന്ന സിനിമ. കരുണാനിധിയാണ് ഇത് തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. മറ്റൊരു ഇംഗ്ലീഷ് സിനിമ ഈ ആഴ്ച റിലീസാവുന്നു. അതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. എറ്റേണിറ്റി എന്നാണ് സിനിമയുടെ പേര്. നമ്മൾ പൊതുവെ ഇപ്പോൾ മലയാളത്തിൽ നോക്കുകയാണെങ്കിൽ ആ ലോക്ക്ഡൗൺ കാലഘട്ടത്തിന് ശേഷം ഒരു ഭർത്താവിൻ്റെ 2 ഭാര്യമാർ, ചിലപ്പോൾ ആ സമയത്ത് തിരിച്ചറിയുന്നതായിരിക്കാം, ചിലപ്പോൾ പിന്നീട് തിരിച്ചറിയുന്നതായിരിക്കാം. എന്തായാലും അങ്ങനെ 2 ഭാര്യമാർ ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുക. അവർ തമ്മിൽ ആദ്യം ഉണ്ടാകുന്നൊരു ദേഷ്യവും വഴക്കമൊക്കെ മാറിയിട്ട് അവർ ഒരുമിച്ച് ജീവിക്കാൻ
ഒരുമിച്ചൊരു സന്തോഷമായിട്ട് ഇങ്ങനെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് എത്തുന്നതൊക്കെ ഒരുപാട് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിലൊരു അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു കമ്പാനിയൻഷിപ്പ് എന്നുള്ള രീതിയിൽ അവതരിപ്പിച്ചിട്ടുള്ള സിനിമകളുണ്ടായിരുന്നു. സിനിമകൾ വളരെ രസകരവുമായിരുന്നു. പക്ഷേ ആ സിനിമകളുടെ എണ്ണം കൂടിയപ്പോൾ ഞാൻ ആലോചിച്ചത്, ഒരു പുരുഷൻ്റെ 2 ഭാര്യമാർ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയുടെ 2 ഭർത്താക്കന്മാർ, അല്ലെങ്കിൽ ഒരേ സമയം ഒരു പാരലലി നിലനിർത്തിയ 2 ബന്ധങ്ങൾ, അതൊരുമിച്ച് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും, അതിനെ പ്രേക്ഷകർ എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അത്തരമൊരു സിനിമ നമ്മുടെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലയാളത്തിൽ അങ്ങനെ ഒരു സിനിമ വരണമെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ബോൾഡായിട്ടുള്ള അറ്റംപ്റ്റ് ആയിരിക്കും. എന്തായാലും എറ്റേണിറ്റി എന്ന് പറയുന്ന ഈ ഹോളിവുഡ് സിനിമ മൈൽസ് ടെല്ലർ, എലിസബത്ത് ഒൽസൺ, കാലം ടേണർ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ മരിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്വർഗം നരകം എന്നൊക്കെ പറയുന്ന പോലെ എറ്റേണിറ്റിയിലേക്ക് ഇവർ എത്തി നിൽക്കുകയാണ്. അവിടെ ഒരുപാട് സ്റ്റാഫുകളുണ്ട് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഓരോരുത്തർക്കും പേഴ്സണൽ അസിസ്റ്റൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ മരിച്ചവിടെ ചെല്ലുന്നു, അപ്പോൾ എനിക്കൊരു പേഴ്സണൽ അസിസ്റ്റൻറ്റിനെ കിട്ടുന്നു എന്ന് പറയുന്ന പോലെ ഈ നായകൻ ഇയാൾ മരിച്ചു, സ്വർഗ്ഗത്തിൽ ചെല്ലുന്നു, ഒരുപാട് വർഷം ജീവിച്ച് വയസ്സായി മരിച്ചാണ്, പക്ഷേ ഇവരുടെ യങ് വേർഷൻസാണ് അങ്ങോട്ട് എത്തുന്നത്. അപ്പോൾ ഇനി എറ്റേണിറ്റിയാണ്. ഈ എറ്റേണിറ്റിയിൽ നിങ്ങൾക്ക് എവിടെ ജീവിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ വെച്ച് തീരുമാനിക്കാം. നിങ്ങൾ തീരുമാനിക്കുന്ന സ്ഥലത്തേക്ക് അവർ നിങ്ങളെ കയറ്റിവിടും. നിങ്ങൾക്കൊരു കമ്പാനിയനെ വേണം. നിങ്ങൾക്ക് ആരുടെ കൂടെ നിങ്ങളുടെ എറ്റേണിറ്റി ജീവിക്കണോ അയാളെയും കൂടി നിങ്ങളുടെ കൂടെ വിടും. അങ്ങനെ ഈ മരിച്ചു പോയ ആൾ നോക്കുമ്പോൾ ഇയാളുടെ ഭാര്യയും ഓൾറെഡി മരിച്ചു. ഭാര്യ ഇയാൾ കാണുന്നു. നമുക്ക് ഒരുമിച്ച് ഇനി എറ്റേണിറ്റി നമ്മൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു തീരുമാനിക്കുന്ന സമയത്താണ് ഈ ഭാര്യയുടെ മുൻ ഭർത്താവ്, അദ്ദേഹം ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതാണ്. അതിനുശേഷം രണ്ടാമതാണ് ഇവർ വിവാഹം കഴിക്കുന്നത്. ഇവർ വളരെ ഹാപ്പി ആൻഡ് ഭയങ്കര സ്നേഹത്തിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെയായിരുന്നു അവരുടെ മുൻ ഭർത്താവുമായിട്ടും. അതൊരു വലിയ പ്രണയ കഥ തന്നെയായിരുന്നു. അപ്പോൾ ഈ സ്ത്രീ ആക്ച്വലി കൺഫ്യൂസ്ഡ് ആവണം. അവരുടെ എറ്റേണിറ്റിയിൽ അവർക്ക് ഒരാൾക്കൊപ്പമേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരാളെ ചൂസ് ചെയ്താൽ മറ്റേ ആളെ ചൂസ് ചെയ്യാത്തതിൻ്റെ പേരിൽ അയാൾക്കുണ്ടാകുന്ന വിഷമത്തിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ ഇവരിത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ അവർക്ക് കുറച്ച് ഓപ്ഷൻസ് ഒക്കെ കിട്ടുകയാണ്. ആരുടെ ഒപ്പമാണ് നിങ്ങളുടെ എറ്റേണിറ്റി വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കും എന്നുള്ള രീതിയിൽ. എനിക്കത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തോന്നി. ട്രെയിലറിൽ ഒരുപാട് കോമഡി എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ എറ്റേണിറ്റി, മരണശേഷം എന്നൊക്കെ പറയുമ്പോൾ ഈ സാമൂഹ്യമായിട്ടുള്ള കുറേ ഇടപെടലുകൾ അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റുകൾ, പരിപാടികളൊക്കെ കുറഞ്ഞിരിക്കുന്ന പറയുന്ന ഒരു സ്പേസ് അവിടെയുണ്ട്. അതിനൊക്കെ അവർ എങ്ങനെയായിരിക്കും യൂസ് ചെയ്യുക, എങ്ങനെയായിരിക്കും ഈ കഥ അവർ കൊണ്ടെത്തിക്കുക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയുടെ പുറത്ത് ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പടമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്ന സിനിമയാണ് എറ്റേണിറ്റി. ഈ വെള്ളിയാഴ്ച റിലീസിനെത്തുന്ന മറ്റൊരു ഹോളിവുഡ് സിനിമ സൂട്ടോപ്പിയ 2 ആണ്. സൂട്ടോപ്പിയ 1 അതൊരു വലിയ ഹിറ്റ് പടമായിരുന്നു. ഒരുപാട് കുട്ടികളുടെ വളരെ പ്രിയപ്പെട്ട, അല്ലെങ്കിൽ കുറേ ആളുകളുടെ കുട്ടിക്കാലത്ത് വളരെ പ്രിയപ്പെട്ട സിനിമയായിരിക്കും. ആ സിനിമ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള ആളുകൾ യൗവനത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സൂട്ടോപ്പിയ 2 വരികയാണ്. ഇതിനകത്ത് ഈ പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഫാക്ടറും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ട്രെയിലർ ഭയങ്കര രസമായിരുന്നു. അതേ ക്യാരക്ടേഴ്സും കാര്യങ്ങളും. പക്ഷേ സൂട്ടോപ്പിയയിൽ ഒരു പാമ്പ് വരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പുറകെയാണ് ഇവരുടെ അന്വേഷണവും പരിപാടികളും ആരംഭിക്കുന്നത്. എനിക്ക് സൂട്ടോപ്പിയ 2 വരുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, സൂട്ടോപ്പിയ 1 ഇറങ്ങിയപ്പോൾ അതിൻ്റെ ട്രെയിലറിൽ ഉണ്ടായിരുന്ന വിഷ്വൽസും കിങ് ലെയർ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലറിലെ വിഷ്വൽസും ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ എഡിറ്റിംഗ് പഠിക്കുന്നത്. എന്ന് വെച്ചാൽ അഡോബ് പ്രീമിയറിൽ ഞാൻ ആദ്യമായി ഒരു കാര്യം എഡിറ്റ് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ ട്രെയിലർ വെച്ചിട്ടാണ്. അപ്പം സൂട്ടോപ്പിയ എനിക്ക് അങ്ങനെ ഭയങ്കര കണക്ഷനുള്ളതാണ്. ഞാൻ ഓടിച്ചോടിച്ച് കുറേ വട്ടം കണ്ടിട്ടുള്ളതുകൊണ്ട് ഇത്തവണയും സൂട്ടോപ്പിയയുടെ ട്രെയിലർ കാണുമ്പോൾ വളരെ കളർഫുള്ളാണ്. ആനിമൽസ് ഉണ്ട്, ഇമോഷൻസ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ കണക്ട് ചെയ്യുന്ന ഒരു സിനിമ അനുഭവമായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗുസ്താഖ് ഇഷ്ക് എന്ന് പറയുന്നൊരു ഹിന്ദി സിനിമ കൂടി റിലീസിന് എത്തുന്നുണ്ട്. നസറുദ്ദീൻ ഷാ, വിജയ് വർമ്മ, ഫാത്തിമ സന ഷെയ്ഖ് തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഒരാൾ അയാളുടെ അച്ഛൻ്റെ പ്രിൻറ്റിങ് പ്രസ് ഉണ്ട്, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിലാണ്. കടബാധ്യതകളൊക്കെ ആയിട്ട് അതങ്ങനെ നിൽക്കുകയാണ്. അയാൾ കവിത പഠിക്കാൻ വേണ്ടിയിട്ട് നസറുദ്ദീൻ ഷായുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അയാളുടെ മകളാണ് ഫാത്തിമ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അവരുമായി പ്രണയം ഉണ്ടാകുന്നു. അപ്പോൾ അച്ഛൻ്റെ പ്രസ്, ഗുരുവിൻ്റെ അഭിമാനം, കാമുകിയുടെ പ്രണയം, ഈ 3 കാര്യങ്ങൾക്കിടയിൽ ഇയാൾ എന്ത് ചൂസ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെയുള്ളതാണ് ആ സിനിമയിൽ അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഡയലോഗ്സ് ഒക്കെ ട്രെയിലറിൽ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു കാവ്യാത്മകമായ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 90-കൾക്ക് മുൻപേ ഉള്ളൊരു കഥയായിരിക്കണം. അപ്പോൾ അത് ഭയങ്കര രസമായിട്ട് അതിൻ്റെ വിഷ്വലിയും ഒക്കെ നമുക്ക് ആസ്വദിക്കാവുന്ന ഒരു രീതിയിലായിരിക്കും എന്നാണ് തോന്നുന്നത്. നിങ്ങളും ട്രെയിലർ കണ്ടിട്ട് സ്വയം വിലയിരുത്തുക. എനിക്ക് രസമുള്ളൊരു കാഴ്ച അനുഭവമായിരിക്കും, നല്ല സുഖമുള്ളൊരു അനുഭവമായിരിക്കും എന്ന് പറയുന്ന ഒരു ഫീലാണ് ഗുസ്താഖ് ഇഷ്കിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഇനി ഈ ആഴ്ച റിലീസിനെത്തുന്ന സിനിമകളിൽ ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ തേരെ ഇഷ്ക് മെയിൻ എന്ന് പറയുന്ന സിനിമയാണ്. നമ്മുടെ ധനുഷ്, കൃതി സനോൺ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സിനിമയാണ്. ആനന്ദ് എൽ റായ് ആണ് ഇതിൻ്റെ സംവിധാനം. അദ്ദേഹം തന്നെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നീരജ് യാദവാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിട്ടുള്ളത്. AR റഹ്മാൻ്റെ മ്യൂസിക്കാണ്. ഈ സിനിമയിൽ ഇതിൻ്റെ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ ഒരു ബാഡ് ബോയ് ആയിട്ടുള്ള ധനുഷിനെയാണ് നമ്മൾ കാണുന്നത്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒന്നിനെയും കൂസാതെ എല്ലാവരെയും തല്ലുന്ന ഭയങ്കര ടെററായിട്ടുള്ള ഒരു പയ്യൻ. അവനെ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നു, അവനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. പക്ഷേ പല സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ഒന്നാവാൻ പറ്റുന്നില്ല. അതിനെ തുടർന്നുള്ള അവൻ്റെ ദേഷ്യം ട്രെയിലറിൽ കാണുമ്പോൾ പറയുന്നുണ്ട്, പ്രേമിച്ച് തുടങ്ങുമ്പോഴേ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രേമത്തിന് വേണ്ടി പൂരി ദില്ലി കത്തിക്കും എന്നുള്ളത്. ആ പ്രേമം നടക്കില്ല എന്ന് മനസ്സിലാവുമ്പോൾ ഫുൾ തീയെല്ലാം കത്തിച്ച് അതിൻ്റെ നടുക്ക് നിന്നിട്ടാണ് അതേ ഡയലോഗ് ധനുഷ് റിപ്പീറ്റ് പറയുന്നത്. പക്ഷേ ആ പ്രണയം എങ്ങും എത്തില്ല എന്നുള്ളൊരു കാര്യം തിരിച്ചറിഞ്ഞ്
അയാൾ നശിക്കുന്നതിന് പകരം അയാളുടെ ഉള്ളിലെ ദേഷ്യം അതിനെ പുറത്തേക്ക് കളയാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിൽ ഒന്ന് സ്വീകരിക്കുകയാണ്. അയാൾ ഇന്ത്യയുടെ ഒരു ഫൈറ്റർ ജെറ്റ് പൈലറ്റായിട്ട് മാറുന്നു. അതേസമയം ഈ പെൺകുട്ടി അവൾ വളരെ സാഡായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് പോകുന്നു, മദ്യപാനവും കാര്യങ്ങളും. നമ്മൾ ഇങ്ങനെയുള്ള സീനുകളൊക്കെ പല സിനിമകളും നേരെ തിരിച്ചാണ് കാണുക. നായിക അവരുടെ പഠനവും ജീവിതമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു, നായകൻ വെള്ളമൊടിച്ച് തകർന്നു പോകുന്നു എന്ന് പറയുന്ന പോലെ. പക്ഷേ ഇവിടെ ട്രെയിലറിൽ നേരെ ഓപ്പോസിറ്റാണ് കാണുന്നത്. എനിക്കിതിനകത്ത് ധനുഷ് എൻ്റെ ഒരു വലിയ അട്രാക്ഷനാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട്. കൃതി സനോൺ അടിപൊളി ആർട്ടിസ്റ്റാണ്. പക്ഷേ ഇതിൻ്റെ ട്രെയിലറിൽ വരുന്ന വിഷ്വൽസും പരിപാടികളൊക്കെ ഭയങ്കര രസമാണ്. ഈ പ്രണയം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് പല ഏജ് ഒരു സെഗ്മെൻറ്റിലൊക്കെ നിൽക്കുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ധനുഷ് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര ലൈഫ് ഉണ്ടാവാറുണ്ട്. ട്രെയിലർ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. AR റഹ്മാൻ്റെ മ്യൂസിക്കും അതിനൊരു വലിയ ഘടകമാണ്. നിങ്ങളും ട്രെയിലർ കണ്ടു നോക്കൂ, എന്നിട്ട് വിലയിരുത്തൂ. എന്തായാലും ഈ ആഴ്ച റിലീസാവുന്ന സിനിമകളിൽ ഞാൻ ആദ്യം കാണാൻ തീരുമാനിച്ചിട്ടുള്ള സിനിമ തേരെ ഇഷ്ക് മെയിൻ എന്നുള്ളതാണ്. മറ്റൊരു സിനിമ, അവിടെയും ഒരു മലയാളി സാന്നിധ്യമുണ്ട്. നമ്മുടെ കീർത്തി സുരേഷ് നായികയായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ്. രാധിക ശരത് കുമാർ അവർക്കൊപ്പമുണ്ട്. മറ്റൊരു വലിയ താരനിരയുണ്ട് കേട്ടോ. ഒരു വലിയ സെറ്റ് ഓഫ് ആർട്ടിസ്റ്റുകളുള്ളൊരു സിനിമയാണ് റിവോൾവർ റീത്ത എന്ന് പറയുന്ന തമിഴ് സിനിമ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ഗുണ്ടാ സംഘത്തിൻ്റെ തലവൻ അയാളൊരു ഉടായ്പ പരിപാടിക്ക് വേണ്ടി വീട് മാറി കയറുന്നു. അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെടുന്നു. അതിനുശേഷം അയാളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ കൂടെയുള്ള ഗുണ്ടാ സംഘങ്ങളുണ്ട്, അയാളെ പണിയാൻ നടക്കുന്ന ആളുകളുണ്ട്, പോലീസുണ്ട്. ഇങ്ങനെയുള്ള കുറേ ആളുകൾ ഈ പെർട്ടിക്കുലർ കുടുംബത്തിന് പിന്നാലെ ആവുമല്ലോ എന്നൊക്കെയാണ് എനിക്ക് ട്രെയിലർ കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ചിലപ്പം നേരെ ഡിഫറൻ്റ് ആയിരിക്കാം. എന്തായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരതെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. പക്ഷേ റിവോൾവർ റീത്ത എന്നുള്ള പേര്, അത്തരമൊരു സിറ്റുവേഷനെ ഈ ട്രെയിലറിലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ കീർത്തി ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു സാധാരണ കുടുംബം എന്ന് പറയുന്നൊരു പരിപാടി ആയിരിക്കില്ല. അതിനകത്ത് വേറെയും കുറേ എലമെൻറ്റുകൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. JK ചന്ദ്രുവാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ഷോൺ റോൾഡൻ്റെ മ്യൂസിക്കാണ് എന്നുള്ളത് ഒരു അട്രാക്ഷനാണ്. രസമുള്ളൊരു കോമഡി പടം എന്നാണ് ഇതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ബാക്കി ഞാൻ കണ്ടിട്ട് പറയാം. ഇനി ഒരു ഹിന്ദി സിനിമയുടെ ട്രെയിലർ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നി. പക്ഷേ ആ സിനിമ കേരളത്തിൽ ഇതുവരെ റിലീസ് കാണിച്ചിട്ടില്ല. ബുക്ക് മൈ ഷോയിൽ തന്നെ അപ്കമിങ് സിനിമാസിൽ ഒരുപാട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സിനിമയുടെ ടൈറ്റിൽ കാണുന്നത്. കൈസി എ പഹേലി എന്നാണ് സിനിമയുടെ പേര്. ഹിന്ദി പടമാണ്. അനന്യബ്രത ചക്രവർത്തിയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. സുഖാൻ ഗോയലും സാധന സിംഗുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഒരു പോലീസുകാരൻ. അയാൾ പക്ഷേ അയാളുടെ കുട്ടിക്കാലമൊക്കെ ഭയങ്കര മോശമായിരുന്നു. അമ്മയുമായിട്ട് വളരെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാൾ. പക്ഷേ ആ മകനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടോ മറ്റോ ആണ്. അവൻ്റെ കേസന്വേഷണത്തിൽ അവരുടെ ബുദ്ധി ഉപയോഗിക്കുകയാണ്. അവിടെ അവരും കൂടി പാരലലി അന്വേഷിക്കുന്നു, അങ്ങനെ എന്തോ ആണ്. പക്ഷേ ഈ അമ്മ മകൻ ആ ഒരു റിലേഷൻഷിപ്പ്, അമ്മയുടെ അടുത്ത് ഇവൻ ഡയലോഗ് പറയുന്നുണ്ട്, എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഇല്ലാതാക്കിയ, എനിക്കൊന്നും തരാതെ ആക്കിയ ഒരാളാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ ഇങ്ങനെ നിൽക്കുന്നു, മകൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നു, ഭയങ്കര ഒച്ചത്തിൽ അലറി വിളിക്കുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു ഇൻറ്റൻസ് പരിപാടിയായിട്ടാണ് തോന്നിയത്. അങ്ങനെയാണ് ആ സിനിമ മുഴുവൻ മുന്നോട്ട് പോകുന്നതെങ്കിൽ, ആ ഇൻറ്റൻസിറ്റി നിലനിർത്താൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ, ആ കേസ് അന്വേഷണം ഭയങ്കര രസകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ, രസകരമെന്ന് പറഞ്ഞാൽ കോമഡി അല്ല കേട്ടോ, അതിൽ വേണ്ടുന്ന രസം എന്താണോ അതിനെ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ അവർക്ക് പറ്റുകയാണെങ്കിൽ ഒരു ഗംഭീര എക്സ്പീരിയൻസ് തരേണ്ട സിനിമ തന്നെയായിട്ടാണ് എനിക്ക് അതിൻ്റെ ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ റിലീസില്ല, ഇനിയിപ്പോൾ OTT വരുമ്പോഴായിരിക്കും കാണാൻ പറ്റുക. മറ്റൊരു കന്നഡ പടത്തിൻ്റെ ട്രെയിലറുണ്ട്. ഈ ട്രെയിലർ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. സാരംഗി എന്നാണ് സിനിമയുടെ പേര്. ടൗണിൽ ജീവിക്കുന്ന ആൾ. പുള്ളി ബൈക്കെടുത്ത് കൂട്ടുകാരനെ മറ്റോ കാണാൻ പോവാണ്. അങ്ങനെ ഒരു സ്ഥലത്തെത്തുമ്പോൾ പുള്ളിക്ക് വഴി തെറ്റുമോ പെട്രോൾ തീരുമോ അങ്ങനെ എന്തോ ആണ്. അവിടെ കാണുന്ന ഒരു വീട്ടിൽ, കാടിനോട് ചേർന്നിട്ടുള്ളൊരു വീട്ടിൽ അയാൾ നോക്ക് ചെയ്യുന്നു. ഒരു സ്ത്രീയാണ് ഡോറ് തുറക്കുന്നത്. ആ പെണ്ണിൻ്റെ പേര് സാരംഗി എന്നാണ്. സാരംഗി ഇയാളോട് സത്യം ചെയ്യാനോ മറ്റോ പറയുന്നു. ഒരു കല്ലി തൊട്ട് സത്യം ചെയ്യാനാണ് പറയുന്നത്. പിന്നെ ഇയാൾക്ക് നടന്നു പോകുന്നു. ഇയാളെ സംബന്ധിച്ച് അതൊരു ദിവസത്തെ കാര്യമാണ്. പക്ഷേ നമ്മൾ ഈ സംഭവങ്ങൾ കേൾക്കുന്നുണ്ട്. അയാൾ വീണ്ടും നോക്ക് ചെയ്ത് വീടിനകത്ത് കയറുന്നു. ഓരോ പ്രാവശ്യം കയറുമ്പോൾ അവൾ ഓരോ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെ ഇതൊരു ടൈം ലൂപ്പാണോ എന്നൊക്കെ ഫീൽ ചെയ്യിക്കുന്ന തരത്തിൽ ട്രെയിലർ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇതിലെന്തോ ഉണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീലുണ്ട്. പക്ഷേ നമുക്കത് ഇവിടെ റിലീസില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ കാർത്തിക് ചന്ദർ, സ്നേഹ അരേഹൊലെ, അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് തോന്നുന്നു. ഇവർ രണ്ടുപേരുമാണ് ഈ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ ട്രെയിലർ കണ്ടു നോക്കൂ. കണ്ടു കഴിയുമ്പോൾ എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ജെ ആചാറാണ് ഇതിൻ്റെ ഡയറക്ടർ. ട്രെയിലറിൽ കാണുമ്പോൾ കിട്ടുന്ന പഞ്ചിൻ്റെ ഒരു 50% സിനിമയിലുണ്ടെങ്കിൽ തന്നെ സിനിമ ഭയങ്കര രസമായിരിക്കും എന്ന് തോന്നുന്നു. അത്രയും രസമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. പക്ഷേ വീണ്ടും പറയുന്നു, ഇതിൻ്റെയൊക്കെ OTT വരുന്ന സമയത്ത് നമുക്കത് കാണാം, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ ഇത്രയും സിനിമകളാണ് ഈ ആഴ്ച റിലീസിനെത്തുന്ന സിനിമകളിൽ. ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇമ്പ്രസീവായി ഫീൽ ചെയ്തത്, ഞാൻ കാണാൻ കാത്തിരിക്കുന്ന സിനിമകൾ. നിങ്ങൾ ഈ ആഴ്ച കാണാൻ ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? അത് വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. എന്തുകൊണ്ടാണ് എന്നുള്ളതും കൂടി രേഖപ്പെടുത്തിയാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.